ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലോകിനെതിരെ അനുവും ഗോമതിയും ബാലനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് പോലീസുകാരെ അലോകിനെ തൂക്കിയെടുത്തോണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അലോകിനെ ജാമ്യം പോലും കിട്ടാത്ത രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിലെല്ലാ പങ്കും നമ്മുടെ CAക്കാണ്. കാരണം CA കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അനുക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും ആ ഒരു ഉറപ്പ് നമ്മുടെ CA കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനുവിന്റെ ആ ഒരു പരാതി മേലെ നമ്മുടെ അലോക് ജയിലിൽ കിടക്കാണ്. അലോകിനെ പുറത്തിറക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്യുതനും അതുപോലെ തന്നെ ഭാര്യയും കൂടി ചേർന്നിട്ടോ. അങ്ങനെ അവർ രാജശ്രീയും കൂടി ചേർന്ന് പഠിച്ച പണി 18 നോക്കാൻ നമ്മുടെ മകനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ. നോക്കി ഇന്നത്തെ ദിവസം അവർ ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ല. ജയിലിൽ കിടന്ന് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നാട്ടുകാരൊക്കെ അവനെ ആ രീതിയിലേ കാണുള്ളൂ. അവന് പിന്നെ ഒരു ഭാവിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവന് നല്ലൊരു പ്രൊപ്പോസൽ അമേരിക്കക്കാരിയുടെ ഒരു പെൺകുട്ടിയുടെ പ്രൊപ്പോസൽ വരുന്നിട്ടുണ്ട്. അവനെ കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ എന്നൊക്കെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അച്യുതനും അതുപോലെ തന്നെ ഭാര്യ രാജശ്രീക്കും. അപ്പൊ ഇതിനു വേണ്ടി അച്യുതനാണെങ്കിൽ അനന്തിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നമുക്ക് നമ്മുടെ അലോകിനെ എങ്ങനെ വേണമെങ്കിലും പുറത്തിറക്കണം ഏട്ടാ. അതിന് ഏട്ടന്റെ സഹായം കൂടിയേ തീരൂ ഏട്ടാ. ഏട്ടൻ വിചാരിച്ചാൽ മാത്രമേ അലോകിനെ പുറത്തിറക്കാൻ പറ്റൂ. ഉറപ്പിച്ച് പറയുന്നുണ്ട് അനന്തൻ. ഇല്ലടാ, ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല. ഒരു പെൺകുട്ടീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെയൊക്കെ വേദനിപ്പിക്കാവോ ആ രീതിയിലൊക്കെ വേദനിപ്പിച്ചവനാണ് അലോക്. അതിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റൂ. ഇവിടെ നിന്റെ മകന്റെ ജീവിതം പോയി, അലോകിന്റെ ജീവിതം പോയി, അലോകിന് ഇനി ഭാവി ജീവിതവും ഇല്ല, അവന്റെ ജീവിതം നശിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പൊ അനുമോളുടെ വിചാരോ, അനുമോളുടെ ജീവിതവും അവൻ തകർത്തില്ലേ? ഇതേ അവസ്ഥ തന്നെയാണ് അനുമോൾക്ക് എന്ന് പറയുമ്പോഴേക്കും രാജശ്രീ പണ്ടേട്ടാ എങ്ങനെയെങ്കിലൊക്കെ ആരെങ്കിലും സ്വാധീനിച്ചോ അല്ലെങ്കിൽ കള്ള സാക്ഷികൾ ഉണ്ടാക്കിയിട്ടോ കള്ളമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടോ നമുക്ക് അലോകിനെ പുറത്തിറക്കാന്ന് പറയുമ്പോ ഈ കാര്യത്തിൽ ഞാനില്ല എന്ന് ഉറപ്പിച്ച് പറയണം അനന്തൻ. ഏട്ടനില്ലെങ്കിൽ ഇപ്പൊ എന്താ, എനിക്ക് എന്റെ മോനെ ഇറക്കിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ജയിലിൽ കിടക്കണം അലോക്. അച്ഛാ എന്നെ പുറത്തിറക്കാച്ച എനിക്ക് ഇവിടെ കിടക്കാൻ വയ്യ, ഇവിടെ മറച്ചും കൊതു കാണിച്ച. പിന്നെ പോലീസുകാർ അപ്പോഴും ഇടക്കിടക്ക് വന്ന് ഇടക്കും തലക്കൊക്കെ വന്നിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അച്ഛാ. എന്റെ മുഖത്തടിച്ചു വെച്ചാ കൈയിനടിച്ചു എന്നൊക്കെ പണ്ടിട്ട് കാണിച്ചു കൊടുക്കാണ്. ഇത് കഴിയുമ്പോഴേക്ക് അച്യുതന്റെ മനസ്സ് വേദനിക്കാട്ടോ. അവിടുത്തെ SIനോട് പറയുന്നുണ്ട്, സർ എന്റെ മോനെ പുറത്തിറക്കാൻ വേണ്ടി സഹായിക്കണം സർ. ഞാൻ എങ്ങനെ വേണമെങ്കിലും സാറിനെ കണ്ടോളാം സാർ. പണമാണെങ്കിൽ പണം, സ്വർണമാണെങ്കിൽ സ്വർണം. അല്ല എവിടെയെങ്കിലും സിറ്റിയിൽ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം സാർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സ്ഥലം സാറിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് തരാം സാർ. നിർത്തടാ, നീ എന്താ വിചാരിച്ചത് ഞാൻ കൈക്കൂലി വാങ്ങുന്നോ സാർ? എങ്ങനെയെങ്കിലൊക്കെ എന്റെ മോനൊന്ന് ഇറക്കിത്താ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കയ്യും കാലൊക്കെ പിടിക്കാട്ടോ. എന്നിട്ട് നേരെ ആ ജഡ്ജിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് സ്വാധീനിക്കാനായിട്ട്. അതായത് അലോകിനെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറക്കണം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാവരും നമ്മുടെ അച്യുതനെയും അതുപോലെ തന്നെ ഭാര്യ രാജശ്രീനെ കൈവിടാണ് ചെയ്യണത്. ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും അലോക് ചെയ്ത തെറ്റ് അതിന് ശിക്ഷ കൊടുത്തിരിക്കും. എന്താ നിങ്ങളൊക്കെ വിചാരിച്ചത്? ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോ പ്രതികൾ ജയിലിൽ കയറും പുറത്തിറങ്ങും, അതുപോലെ ഇത് സംഭവിക്കുമെന്നോ? ഒരിക്കലുമില്ല. ഇവനെ പോലത്തെ അതായത് കുറെ കുറ്റവാളികളൊക്കെ രക്ഷപ്പെടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഈ കുറെയൊക്കെ അനുഭവിക്കുന്നുണ്ട് നിയമത്തിന് മുമ്പിൽ കിടന്നിട്ട്. അപ്പൊ അതുപോലെ അനുഭവിക്കാണ് നിങ്ങളുടെ മകൻ അലോകിന്റെ ജീവിതം. ഇനി അവന് പുറം ലോകം കാണില്ല. നോക്കിക്കോ, ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജാമ്യത്തിലെടുത്തോ. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് SI പറയാണ്. ശരി സർ, ഞങ്ങൾ ജാമ്യത്തിലെടുക്കും, വക്കീലെ കൊണ്ടുവന്ന് ജാമ്യത്തിലെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ അവിടെ നിന്ന് വലിയ പോസ്റ്റിൽ അങ്ങോട്ട് പോവാണ്. പക്ഷേ വക്കീലും വരുന്നുണ്ട്, ജാമ്യവും കിട്ടുന്നില്ല. അങ്ങനെ അലോകിന് ജാമ്യം കിട്ടുന്നില്ല കേട്ടോ. ആ കാര്യം നമ്മുടെ ഗോമതി അറിയുന്നുണ്ട്, അമ്മ വഴി അറിയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ എടി അലോകിന് ജാമ്യം കിട്ടിയില്ലടി എന്ന് പറയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം അവിടെ ഗോമതി കേട്ടോ. ഗോമതിക്കാര് വീട്ടിലെല്ലാവരോടും പറയണ്ട, അതെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയാണ്. സന്തോഷ വാർത്തയോ? അതെന്താ എന്ന് പറയുമ്പോഴേക്കും, എന്താ മാമൻ ഇവിടെ വരാൻ പോവാണോ അമ്മേ എന്ന് ആര്യനും ആകാശൊക്കെ ചോദിക്കുമ്പോ, അല്ലടാ ആ സന്തോഷ വാർത്തയല്ല, നമ്മുടെ അലോക് ഉണ്ടല്ലോ അവന് ജാമ്യം കിട്ടിയില്ല എന്ന്. സത്യമാണ് അമ്മ പറയണത്. അതേന്നെ, പോലീസുകാർ നല്ല രീതിയിൽ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ വക്കീലായിട്ട് പോയപ്പോഴേ ജാമ്യം കൊടുത്തില്ല, ഓൾറെഡി FIR എടുത്തു എന്നൊക്കെ അവര് പറയണത്. ഇനി കോടതിയിലായിരിക്കും നേരിട്ട് ഹാജരാക്കുന്നത്. അമ്മേ നമുക്കിത് ആഘോഷിക്കണം, നമുക്ക് പുറത്തു പോയാലോ? അയ്യോ ഞാനില്ല, നിങ്ങളെല്ലാരും കൂടി പോയിക്കോ എന്ന് പറയണം. എന്താ അമ്മേ? അതല്ല, ഗോമതി സ്റ്റോഴ്സിൽ അച്ഛനില്ലേ, അപ്പൊ അച്ഛനോ ഇല്ലാതെ ഞാൻ എങ്ങനെയാ വരുന്നത്? ഓ ഈ അമ്മയുടെ ഒരു കാര്യം, കുഴപ്പമില്ല, അച്ഛൻ വരുമ്പോഴേ നമുക്ക് വേറൊരു ട്രിപ്പ് പോകാം. അതൊരു അടിച്ചുപോയ ട്രിപ്പ് തന്നെ, അച്ഛന്റെ വകയാണ് ചെലവും കാര്യങ്ങളൊക്കെ എന്ന് ആര്യം പറയണ. എന്നിട്ട് ഞങ്ങളിപ്പോ പിള്ളേര് സെറ്റ് മാത്രമേ പോയിട്ട് വരട്ടെ, അപ്പൊ ദേവിയുടെ കടയിൽ നിന്ന് നോക്കിക്കോളാം എന്ന് മീനാക്ഷി പറയാണ്.
ദേവി അവരുടെ കൂടെ പോകുന്നൊന്നുമില്ല കേട്ടോ. മീനാക്ഷിയും ആര്യനും മിത്രയും ആകാശും ആര്യനും പിന്നെ എന്താണ് അനുക്കുട്ടി ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാരും കൂടി ബീച്ചിൽ പോയിട്ട് അവിടെ പോയി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിച്ചുപൊളി പ്രൊമോ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി വരാൻ പോണത് അനുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാര്യം കാണിച്ചു തരികയാണ്. കാരണം തമിഴിൽ ഈ ഭാഗം 100% മലയാളത്തിൽ വരും കേട്ടോ, അതെനിക്ക് ഉറപ്പാണ്. മലയാളത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറെ കുറെ അങ്ങോട്ട് ചെറിയൊരു മാറ്റം കാണിക്കുന്നുണ്ടെങ്കിലും മാറ്റമൊന്നുമില്ല, ഇത് തമിഴിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ വരുന്ന ഭാഗം അത് ഞാൻ പറഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് പറഞ്ഞ് ജീവൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വരും കേട്ടോ. അത് ഈ ആഴ്ച ഏതെങ്കിലും ദിവസം വരും. അമ്മേനെയും കൂട്ടിക്കൊണ്ട് ജീവൻ വരികയും ചെയ്യും. അനു മോളെ പെണ്ണ് ചോദിക്കുകയും ചെയ്യും. ബാലനും കോമതിക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും അനുവിന്റെ തീരുമാനമല്ല അവസാന തീരുമാനം. പക്ഷെ അനു സമ്മതിക്കില്ല കേട്ടോ. അനു പറയും വേണ്ട, എനിക്ക് ഇനിയിപ്പോ ഒരു കല്യാണമോ കാര്യങ്ങളോ അതിനൊന്നും ആലോചിക്കാൻ സമയമില്ല, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. ശരി മോളെ, ഞങ്ങൾ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. നിനക്ക് എപ്പോ പഠിച്ച ഒരു വലിയ ആളാവണമെങ്കിൽ നീ അങ്ങനെ ആയിക്കോ. കല്യാണം എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല ജീവിതത്തിൽ എന്ന് ബാലൻ പറയണ്ട. അങ്ങനെ അനുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻ വിടുന്നത് കേട്ടോ. പക്ഷെ ജീവനാണ് കണ്ടല്ലോ വിവാഹം കഴിക്കാതെ എപ്പോഴെങ്കിലൊക്കെ അനു വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ജീവനാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് കാലം ഇങ്ങനെ ഒരു ദിവസം മുതൽ അനു തിരിച്ചു വരും, അനു തന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കുകയാണ് ജീവൻ. അങ്ങനെ അലോകിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കോടതിയിൽ വെച്ചിട്ട് അലോകിനെ ഭയങ്കര കള്ളസാക്ഷികളാക്കി വെച്ചിട്ട് ജാമ്യത്തിൽ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അല്ല, അലോക് പുറത്തൊക്കെ ഇറങ്ങും, ഇപ്പൊ ജാമ്യം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. കുറച്ചു നാൾക്ക് അത് കഴിയുമ്പോഴേക്കും അലോക് പുറത്തിറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങി അലോകാണെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, അനുവിന്റെ കാല് പിടിക്കാനേ പോവുള്ളൂ. കാരണം ഈ അനു എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് കൃഷ്ണമംഗലത്ത് വരാനും തന്റെ ഭാര്യയായിട്ട് താൻ വേണമെങ്കിൽ അടിമേനെ പോലെ കഴിഞ്ഞോളാം, താൻ എങ്ങനെയെങ്കിലൊക്കെ വരണമെന്ന്, നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു അനു എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ എങ്ങനെയെങ്കിലൊക്കെ കുപ്പിയിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോ കേസും കാര്യങ്ങളൊന്നും ഇല്ല, നാട്ടുകാരും പോയി നാണം കെട്ടതൊക്കെ തിരിച്ച് അത് തേഞ്ഞുമാനും പോയിക്കൊള്ളുമല്ലോ. അപ്പൊ അതിനു വേണ്ടി അനുവിന്റെ കാല് പിടിക്കുന്ന അലോകിനെയാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തമിഴിൽ അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത്. പക്ഷെ അനു പോവില്ല. അലോക് എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും അനു ഒരൊറ്റ കാലം നിൽക്കാണ്. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു തീരുമാനം. അതേസമയം ആനന്ദാണെങ്കിലോ ഉദയഭാനുന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടുകാരെ അറിയിക്കുമ്പോൾ ഉദയഭാനു പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാവോ? അതിൽ നിന്ന് ഞാൻ മേശ വരിപ്പിന്ന് പൈസ എടുക്കുന്നത് കണ്ടോ, നിങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിലെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ മേശ ഒന്ന് പതിക്കുന്നു ഞാനൊന്ന് വലിച്ചുപോയി, അത്രേ ഞാൻ ചെയ്തുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് 10 പൈസ ഞാൻ എടുത്തിട്ടില്ല ബാല. അതിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ദേവി മോള് എന്തോ ബാങ്കിൽ എന്തോ കൊടുക്കാനായിട്ടുള്ള പൈസയൊക്കെ കെട്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൈസയുടെ ആവശ്യമില്ല ബാല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊണ്ട് അമ്മാനമാടുന്ന എനിക്ക് എന്തിനാ ബാല 25,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉദയഭാനു പോളിഷ് അടിക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇതില് ഉദയഭാനു രക്ഷപ്പെടുക തന്നെ ചെയ്യും. കാരണം അതുകൊണ്ടാണ് മേശവരിപ്പില് പൈസയൊന്നും ഇല്ലാത്ത രീതി ഒരു രംഗം കാണിച്ചു തന്നത് തന്നെ. അത് ഉദയഭാനു രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.